അപ്പോൾ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങൾ TinsoBro. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നേരെ മല്ലു ട്രാവലറിൻ്റെ അടുത്താണ്. മല്ലു ട്രാവലറിൻ്റെ യൂറോപ്പ് ട്രിപ്പിൻ്റെ ബൈക്ക് ഡെലിവറിയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം വയനാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നേരെ കണ്ണൂർക്ക് വിടുവാണ്. നേരെ ഇരിട്ടിക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. ഇരിട്ടിക്ക് നേരെ കണ്ണൂരിന് വിട്ട് കണ്ണൂരിൽ നിന്ന് പുതിയൊരു ഷോറൂമിൽ മല്ലു ട്രാവലറിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. മല്ലു ട്രാവലറിൻ്റെ വൈഫിൻ്റെ മാസിൻ്റെ പിറന്നാളാണെന്ന് തോന്നുന്നു. വൈഫിൻ്റെ മോൻ്റെ പിറന്നാളും കൂടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് പോകാമെന്ന് വെച്ചിട്ട് മൊത്തം വല്ലതും വാങ്ങിച്ചോണ്ട് പോകും. എനിക്കറിയില്ല, ഇന്ന് രാവിലെ കിട്ടിയതാണ്. അപ്പോൾ സ്പമ്പം വെച്ചിട്ടത് മഴ കുഴപ്പമില്ല, മഴ വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ റോഡിൽ കാണാം. ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് വിശക്കുന്നുണ്ട് കാര്യം. ഇതാണ് ഞങ്ങളുടെ പുൽപ്പള്ളി ടൗൺസ്. ദിസ് ഈസ് പുൽപ്പള്ളി ടൗൺസ്. ഇതൊരു കാടാണ് കേട്ടോ. ഇത് കുറുവാദ്വീപിൻ്റെ ഒരു സൈഡിലൊരു കാടാണ്. കാടിൻ്റെ പേരെന്നാന്ന് വെച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ ആക്ച്വലി ആനകളും പുലികളും കടുവകളും കരടികളും ഒക്കെ ഉള്ളൊരു കാടാണ്. കർണാടകത്തിൻ്റെ ഒരു ബോർഡർ സൈഡിലായിട്ട് വരും അത്. രസമുള്ള കാട് കാട്ടിലൊരു ആന. ഇതുവഴിയാണ് കുറുവാദ്വീപിലേക്ക് പോകുന്നത്. ഇതാണോ കുറുവാദ്വീപ്, കുറുവ ഐലാൻഡ്. പിന്നെ ദിവസം നമുക്ക് കുറുവാദ്വീപിൻ്റെ സന്ദർശനം നടത്താവുന്നതാണ്. നോ പ്രോബ്ലം. ഇത് നല്ലൊരു റോഡാണ്. ഈ മാനന്തവാടി പോകുന്ന റോഡാണിത്. പുൽപ്പള്ളി ടു മാനന്തവാടി ടു ഇരിട്ടിയാണ് നമ്മളിപ്പോൾ പോവുക. അപ്പോൾ പാൽച്ചുരം വഴി നമുക്ക് ഏത് ചുരമാണ് പറ്റുക എന്ന് നോക്കണം. കാരണം പ്രളയം വന്ന ചുരമൊക്കെ ഒരുമാതിരി ഇടിഞ്ഞ് സെറ്റായി ഇരിക്കുകയായിരുന്നു. ഗതാഗതമൊക്കെ നിരോധിച്ചായിരുന്നു. ചേട്ടന്മാരുടെ മോർണിംഗ് മീറ്റിംഗ് ആണോ? ചേട്ടന്മാർ ഫുള്ള് മീറ്റിങ്ങിലാണല്ലോ. ഫ്രണ്ട്സ് ഹോട്ടൽ, ഒരു ചായയൊക്കെ കുടിക്കണം. അപ്പോൾ റോഡിൽ കുറച്ച് സേഫായിട്ട് പോകാനുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ വണ്ടി ഉണ്ടല്ലോ, ഈ ഫോർച്യൂണർ. അപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. കയറ്റി തരുന്നുണ്ടാവില്ല, കയറ്റി വിടുന്നുണ്ടാവില്ല. ഏകദേശം ഒരേ സ്പീഡായിരിക്കും. അവർ നമുക്കൊരു അസ്വസ്ഥതയല്ലേ, മുന്നിൽ ആരും കാണുന്നില്ല, ഒരു ഇതില്ല. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഈ വണ്ടി നമ്മുടെ എസ്കോട്ട് പോകാൻ ചിന്തിക്കുക. നമുക്ക് എസ്കോട്ടാണ് ഈ വണ്ടി. ഓക്കെ, അപ്പോൾ ഈ വണ്ടി മുന്നിൽ പോയിട്ട് നമ്മുടെ വഴികളെല്ലാം സേഫായിട്ട് വെക്കുക. നമുക്ക് കുഴികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക. പെട്ടെന്ന് എമർജൻസി ആണെങ്കിൽ അവന് ബ്രേക്ക്. അപ്പം അവനും നമ്മൾ തമ്മിൽ ഒരു വൃത്തിയാതായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് പോകാം. ഓക്കെ, ഇത് നമ്മൾ നോട്ട് ജസ്റ്റ് ഈ റോഡിൽ മാത്രമല്ല, നമ്മൾ ഹൈവേസിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ്. അതായത് 4 ലൈൻ ഹൈവേസിൽ രാത്രിയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു ടെക്നിക്കാണ്. ഞങ്ങൾ സാഡിൽസ് ഓർ റൈഡ്സിൽ ശരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് മാക്സിമം ഉപയോഗിക്കലുണ്ട്. ചെറിയൂടെ നിന്ന് ഞാനൊരു ചായ കുടിക്കാൻ, നാളെ ഞാൻ കുടിച്ചായിരുന്നൊരു ചായ, അപ്പം ഇന്ന് ഇവിടെ തന്നെ കുടിക്കും. ചേട്ടാ ഒരു ചായ കേട്ടോ. അന്നേരം അവർ ഇന്നാണ് കട തുറന്നതെന്ന് പറഞ്ഞത്. അവിടെ താഴത്തെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ ആപ്പടം നശിച്ച് മൊത്തം ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ഇവിടെ മുന്നിൽ JCB പണിയെടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ. മഴ ലൈറ്റായിട്ട് ചാറി തുടങ്ങി. ഇത് കണ്ടോ, ഫുള്ള് ചെളിയ. റോഡൊക്കെ പയ്യെ തുറന്നു വരുന്നേ ഉള്ളൂ. എല്ലാം റോഡൊക്കെ പോയോണ്ട് എൻ്റെ മോനെ. പാവം ആൾക്കാർ എന്താ ചെയ്യുക അല്ലേ. ഇതാണ് നമുക്ക് പാൽച്ചുരത്തേക്ക് തിരിഞ്ഞുകൊണ്ട വഴി. കുട്ടിയൂര് ഇതുണ്ടോ, ഇടിഞ്ഞ് വീണ് നടക്കുന്നുണ്ടോ. പോകാൻ പറ്റാത്തതാണ്. ഈ വഴിയൊക്കെ ബ്ലോക്കായിരുന്നെന്ന് പറഞ്ഞത്.
കുറച്ച് ദിവസം ആൾ തുറന്നിട്ടെന്ന് പറഞ്ഞു. മഴ അതൊക്കെ മാറിയത് JCBക്ക് മണ്ണൊക്കെ മാറ്റിയെടുത്താണിത്. പിന്നെ ഈ ചുരവും ഞാനുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധമുണ്ട്. അഭേദ്യമായ ബന്ധം എന്ന് വെച്ചാൽ, ഞാൻ പണ്ടൊരു സ്പ്ലെൻഡറിൽ, എൻ്റെ അച്ഛൻ്റെ സ്പ്ലെൻഡറിൽ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഞങ്ങൾ കണ്ണൂർ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയതാണ് എൻ്റെ വീട്ടിൽ നിന്ന് ബൈക്കിന്. അന്ന് ബൈക്കൊക്കെ പയ്യെ ഓടിച്ച് പരിചയമാകുന്നുള്ളൂ. ഈ ചുരത്തിൽ വെച്ചിട്ട് ഉരുണ്ട് വീണു. ഒരു ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ഒറ്റപ്പെടുത്താം. അപ്പോൾ ബൈക്ക് തെന്നിയിട്ട് ഉരുണ്ട് വീണു. എൻ്റെ ജീവിതത്തിൽ തന്നെ ഫസ്റ്റ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഈ ചുരത്തിൽ തന്നെയാണ്, മറിഞ്ഞു വീണത് ബൈക്കിൽ നിന്ന്. അയ്യോ, അതൊരു കോടി കഥയായിരുന്നു കേട്ടോ. ഇത് ഇവിടെ എങ്ങാണ്ട് ഈ ഭാഗത്ത് നിന്ന് കണ്ടാ മറിഞ്ഞു വീണത്. അന്ന് ഈ റോഡ് വന്ന് ഭയങ്കര പൊട്ടയായിരുന്നു. ആദ്യമായിട്ടെങ്ങാണ്ട് ഈ റോഡിൽ കൂടെ വന്നതാ. എൻ്റെ മോനെ ഒന്നും പറയണ്ട. ഓക്കെ, ബാക്ക് ടു വ്ളോഗ്. ഇത്രയാണ് നമ്മൾ ജനറൽ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിച്ചു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആളെ പറ്റി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അതാണ് ഇനി കാണാൻ പോകുന്ന ആളാണ് മല്ലു ട്രാവലർ. അപ്പം മല്ലു ട്രാവലറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്, ഞാൻ പേര് കേട്ടത് ഞാൻ ഒമാനിലായിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒമാനിൽ വെച്ചിട്ട് എൻ്റെ അയൽവാസി, അതായത് എൻ്റെ വീടിന് തൊട്ട് മേലെ താമസിക്കുന്ന എൻ്റെ ഒരു ചേട്ടായി ഉണ്ട്. അപ്പോൾ ചേട്ടായിനെ ഞാൻ കണ്ടു. അപ്പോൾ ചേട്ടായി പറഞ്ഞു, ചേട്ടാ നീ ട്രിപ്പൊക്കെ അടിക്കാൻ പോകല്ലേ, അന്ന് പിന്നെ ഈ പുള്ളീനെ കൂടെ കണ്ടു, പരിചയപ്പെട്ട് വെച്ച് വെറുതെ നമ്പർ പറഞ്ഞു. പുള്ളി ഹിച്ചൊക്കെ ചെയ്താണ്, ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞാണ് ഞാൻ മല്ലു ട്രാവലർ ഷക്കീർ ബ്രോയിനെ ആദ്യമായിട്ട് ഞാൻ പേര് കേൾക്കുന്നത്. അതിനുശേഷം ഞാൻ ഒമാനിൽ നിന്ന് വന്നു. ഞാൻ മല്ലു ട്രാവലിനെ കോൺടാക്ട് ചെയ്തു, നമ്മുടെ ഷക്കീർ ബ്രോയിനെ കോൺടാക്ട് ചെയ്തു. അന്നേരം എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം, മണിപ്പൂരൊക്കെ വരുന്നതല്ലേ, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. പക്ഷേ എനിക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ഒന്നും കാണാൻ പറ്റും. പക്ഷേ ഒത്തിരി ഫാക്ടേഴ്സാണ്. ഞാൻ ഒരു ദിവസം നാഗ്പൂർ സ്റ്റക്കായി, പിന്നെ ഒരു ദിവസം എക്സ്ട്രാ തവാങ്ങി 1-2 ദിവസം എക്സ്ട്രാ ആയി. അപ്പം ആകെ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് ടൈമിങ് മാച്ചാൽ തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു കേട്ടോ. അത് നല്ലൊരു സുഹൃത്തിനെ കിട്ടി, നല്ലൊരു വ്യക്തിത്വത്തിനെ പരിചയപ്പെടാൻ പറ്റി, ഇങ്ങനെയൊക്കെ ആളുണ്ട് എന്നൊക്കെ പരിചയപ്പെടാൻ പറ്റിയതിന് കറക്റ്റ് ഒരു ഭാഗ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മല്ലു ട്രാവലറിനെ പരിചയപ്പെട്ടത്. പിന്നെ മണിപ്പൂർ വെച്ച് ഞങ്ങൾ കണ്ടു. ഇംഫാൽ വെച്ചിട്ട് മല്ലു ട്രാവലറിനെ ഷക്കീർ ഭായിനെ ഞാൻ മോറെ ബോർഡർ വരെ എത്തിച്ചു. നമ്മുടെ വണ്ടിയിലാണ് പോയത്. പിന്നെ ഹിച്ച് ഹൈക്കിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് ഹിച്ച് ഹൈക്കിങ് തോന്നിയത്. അതായത് ഹിച്ച് ഹൈക്കിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ വണ്ടിയുണ്ട്, വണ്ടിക്കകത്ത് പെട്രോളുണ്ട്, പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഹിച്ച് ഹൈക്കിങ് അങ്ങനെയല്ല. ഹിച്ച് ഹൈക്കിങ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെയും കൂടെ കനിയണം, അവരുടെയും കൂടെ കനിവ് വേണം. ഇപ്പോൾ എന്താണ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് എത്തുക എന്നൊന്നും ഒരു ഡിസിഷൻസും ഇല്ലാതെ ആയിരിക്കും ഒരു ഹിച്ച് ഹൈക്കർ ഇറങ്ങുക. വന്നിട്ടാ കറക്റ്റ് ടൈമിങ് ആണല്ലേ? പനിക്കാരാണോ? ഞാന് ഹലോ ഫൈനലി വി ആർ മീറ്റിംഗ് ഷക്കീർ ബ്രോ. മുന്നിലെ സ്റ്റിക്കർ നീ പറ. ഇതെല്ലാം നിന്റെ അപ്പൻ ഒപ്പിട്ട് ഒട്ടിച്ച് തന്ന അത് മുഴുവൻ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഓൾറെഡി മല്ലു ട്രാവലർ നമ്മുടെ ഷക്കീർ അണ്ണൻ നേരെ വിടുവാണ് യൂറോപ്പിന്. അതിനുള്ള ബൈക്കിൻ്റെ
വാങ്ങാനാണ്, ഡെലിവറി കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, നമുക്ക് മല്ലു ട്രാവലിനെ പറ്റി കുറച്ചുകൂടെ സംസാരിച്ചാൽ ഇത്രമാത്രം എഫേർട്ട് എടുക്കുക. അതായത് ഒരു വീഡിയോ, നിങ്ങളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി എഫേർട്ടുണ്ട്. അതായത് എഫേർട്ടെന്ന് വെച്ചാൽ ശരി, കുറേ ആൾക്കാർ അതിനെ ജോബായിട്ടാണ് എടുക്കുന്നത്, കുറേ ആൾക്കാർ അതിനെ പാഷനായിട്ടാണ് എടുക്കുന്നത്, കുറേ ആൾക്കാർ അതിൽ നിന്ന് വരുമാനം കിട്ടാനാണ്, കുറേ ആൾക്കാർക്ക് അത് ഇന്നോവ കുഴിച്ചടിയല്ലോ, കുറേ ആൾക്കാർക്ക് അത് വരുമാനം കിട്ടാനാണ് ഉപയോഗിക്കുന്നത്, കുറേ ആൾക്കാർക്ക് അത് വേറെ ഒരു ടൈം പാസ്സാണ്. അപ്പം ഒരു വീഡിയോയിൻ്റെ അകത്ത് ഒരാൾക്ക് എന്താ പറയുക, ഒരാളൊരു വീഡിയോ ഇറക്കുമ്പോഴത്തേനും ഒത്തിരി മാത്രം എഫർട്ട്. അത് ഞാനാണെങ്കിലും മല്ലു ട്രാവലർ ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിനുള്ള അപ്രീസിയേഷൻ വേണം. അപ്പോൾ അങ്ങനെ ഒരു വർഷം മുന്നേ നമ്മൾ 2018 ആണ് പുള്ളി ചാനൽ തുടങ്ങിയത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് ഇത്ര 300K സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ ചില വീഡിയോസ് 1 മില്യൺ വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറയുന്നത്, ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പാസീവ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ചെറിയ കാര്യമല്ല. അത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സും പരിപാടികളിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്തുമാത്രം വർക്കുണ്ട്, ഒരു വർക്ക് ഫ്ലോ ഉണ്ട് ഇതിനകത്തേക്ക്. ഫാമിലി ഉണ്ട്, ഫാമിലി ടൈം മുതൽ നമുക്ക് പേഴ്സണൽ ടൈം മുതൽ എല്ലാം സ്പെൻഡ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ എ മുതൽ Z വരെയുള്ള വർക്ക് ഫ്ലോ, ടെക്നിക്കൽ നോളജ്, പിന്നെ ക്യാമറനെ പറ്റിയുള്ളത് അങ്ങനെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എത്രയോ എഫേർട്സ്. അപ്പം അതിന് വളരെ അധികമായിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം ഷക്കീർ ബ്രോയിൻ്റെ എഫേർട്ട്. ഇത്രയും നല്ല എഫേർട്ട് എടുത്തതിന് ഒത്തിരി അപ്രീസിയേഷൻ. അപ്പോൾ ഇപ്പം പുള്ളി TVSൻ്റെ സ്പോൺസർഷിപ്പ് വരെ കിട്ടി. ഹിസ് ഗോയിങ് ടു യൂറോപ്പ്. എൻ്റെ എന്ന് പറഞ്ഞാൽ ഡ്രീം ട്രിപ്പാണ് ഇന്ത്യക്ക് വെളിയിലേക്ക് ഒന്ന് ബൈക്ക് എടുത്ത് പോകാന്നറിയുക. ഇത്രമാത്രം നല്ല ഡിഫിക്കൽട്ട് പരിപാടിയാണ് അതൊക്കെ. അതിലേക്ക് ഹ്യൂജ് എഫേർട്ട് എടുക്കുക, അതിലേക്ക് ആ എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് തന്നെ വൺ ഒരു മൈൻഡ് വേണം അതിന് പുള്ളിനെ പോലെ മൈൻഡ് വേണം. എല്ലാവർക്കും ചുമ്മാ കയറി അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രമാത്രം മുന്നേറി വരാൻ പറ്റില്ല. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഷോറൂമിൽ കാണാം കേട്ടോ. ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഇവിടെ, ഫുള്ളായിട്ട് ആൾക്കാർ നമ്മുടെ മല്ലു ട്രാവലറിൻ്റെ പരിപാടിക്കായിട്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ എല്ലാവിധ ആശംസകളും എല്ലാവരും നേരുന്നു. താങ്ക് യു. അപ്പോൾ റെഡി. ഓക്കെ, വിളിച്ചോളൂ. ഓക്കെ ബ്രോ. അപ്പോൾ ശരി. അപാരമായിരുന്നു കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ്. എല്ലാവരും വളരെ സ്നേഹമുള്ള പിള്ളേർ. മല്ലു ട്രാവലിനെ നമിക്കണം കേട്ടോ. അതാണ് എല്ലാവരും ഞാൻ എപ്പോഴും പറയാറുള്ളത്. എഫേർട്ടുകൾ എടുത്തിട്ട് എന്തോരം എഫേർട്ട് എടുക്കുന്നേ, ആ എഫേർട്ടിനൊക്കെ കിട്ടുന്ന പ്രതിഫലമാണ് ഇത്ര ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും സ്നേഹവും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമല്ല, ആ ഒരു സ്നേഹമാണ്. ഇങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറയുമ്പം വരാനായിട്ട് എത്ര ആൾക്കാരാണ്. എന്ത് സന്തോഷമാണ്. മല്ലു ട്രാവൽ എന്ത് സന്തോഷവും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ റോട്ടിൽ കാണാം. സുലാൻ, നിങ്ങളുടെ ടിൻസോബ്രോ എന്നും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. എൻ്റെ ചങ്ങായിമാരെ 1-2 പേരെ, കണ്ണൂരുള്ളവരെ 1-2 പേരെ കാണണം. പിന്നെ നാളെ ആയിരിക്കും മിക്കവാറും ഞാൻ വീട്ടിലേക്ക് വിടുക. അപ്പോൾ റോട്ടിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സുലാൻ. ഓക്കെ.